ഹേയ് ഗായ്സ്, ഈ ഓണത്തിന് ശർക്കര വരട്ടി ഉപ്പേരി ഇല്ലാണ്ട് എന്ത് ഓണമല്ലേ? അപ്പം നമുക്കൊരു ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? നമ്മളിവിടെ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 പച്ച ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉപ്പിട്ട വെള്ളത്തിലേക്ക് നമ്മളതിന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ അത്ര ചെറിയ പീസായിട്ടൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഏകദേശം ശർക്കര വരട്ടിൻ്റെ പാകം അനുസരിച്ച് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ എല്ലാം മുറിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിത് നേരത്തെ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്ക വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു യെല്ലോയിഷ് കളറൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ വാഴയ്ക്കൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് ശരിയാക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ അതിൻ്റെ ഉള്ളിൽ മൊത്തം വേഗത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു ട്രിപ്പ് വാഴയ്ക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വറുത്ത് കോരി മാറ്റി വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ശർക്കര വരട്ടീൻ്റെ പൊടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു 60 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു സെയിം അളവിൽ തന്നെ 60 ഗ്രാം അരിപ്പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ ഉണങ്ങിയ ഇഞ്ചി അല്ലെങ്കിൽ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കയും കുറച്ച് ജീരകം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളൊരു ഉരുളിയിലോട്ടോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലേക്ക് കുറച്ച് ശർക്കര പൊടി ഇട്ടതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് പാനിയാക്കി എടുക്കണം. അതിനുശേഷം നമ്മുടെ പാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നീട് നമ്മൾ കുറേശ്ശെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേശ്ശെ വേണേൽ നമ്മളിത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നല്ല കട്ടയായി പോകും. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് നമ്മൾ മെല്ലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറ് കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നത് നമ്മൾ ശർക്കര പൊടിച്ചത് ചേർത്തത് കൊണ്ടാണ്. നല്ല കളറുള്ള ശർക്കരയായിരുന്നു, അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രയും നല്ല കളർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിന് ആരും ഇനി ശർക്കര വരട്ടി കടയിൽ നിന്ന് മേടിച്ച് പൈസ കളയേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണമൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പം ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ.